വേരിയേഷൻ വരുവേ സങ്കടപ്പെടണേ. ഹലോ, ടിപ്സ് ഓഫ് ലൈഫിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നല്ലൊരു അടിപൊളി ഡെലിവറി വ്ളോഗെല്ലാം ചെയ്യണമെന്ന് എക്സ്പെക്റ്റ് ചെയ്തിരുന്നത് നമ്മൾ പ്രതീക്ഷിക്കാണ്ട് ഡെലിവറിയും കഴിഞ്ഞു. ഇപ്പൊ ഒരു 4 ദിവസമായില്ലേ? 4 ദിവസമായി. നമ്മൾ ഒരുപാട് പ്രിപ്പയർ ചെയ്തായിരുന്നു, പക്ഷെ പ്രിപ്പയർ ചെയ്തിട്ട് ഒന്നും ആദ്യം നമുക്ക് എടുക്കാനോ ഒന്നും ചെയ്യാനോ പറ്റിയിട്ടില്ല. നമ്മൾ ജസ്റ്റ് ഒന്ന് ഇവിടെ റൂട്ടീൻ ചെക്കപ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വീക്ക്ലി ഒരു ചെക്കപ്പ് എന്ന് പറഞ്ഞിട്ട് നമ്മളിവിടെ ചെക്കപ്പ് ചെയ്യാൻ വേണ്ടി വന്ന് ചെക്കപ്പ് ചെയ്ത സമയത്ത് പറഞ്ഞു പെട്ടെന്ന് തന്നെ ലേബർ റൂമിലോട്ട് പൊക്കോളൂ, അവിടുന്ന് ട്യൂബിംഗ് ഓപ്പൺ ആയിട്ട് ഒക്കെ പറഞ്ഞിട്ട്. പിന്നെ പ്രതീക്ഷിക്കാണ്ട് ഉമ്മമാരൊന്നും എത്തിയിട്ടില്ല, ആരും എത്തിയിട്ടില്ല, ഞാനും മക്കളെത്തിയില്ല, ഹസ്ബൻഡിന്റെ പരിപാടി കാണാൻ പറ്റിയില്ല. അപ്പൊ അതിന്റെ ഇടയ്ക്ക് കുറച്ച് വീഡിയോസ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. വ്ളോഗ് ചെയ്യാൻ പറ്റിയില്ല. എന്നാലും ഇതിൻ്റെ ഇടയിൽ ഞാൻ ലേബർ റൂമിൽ പോകുന്നതിന് മുമ്പ് റംക്കാനോട് വീഡിയോ എല്ലാം എടുക്കണേ, എനിക്കും കാണാൻ പറ്റില്ലല്ലോ, അപ്പോൾ അത് എനിക്കും കാണാൻ ഇറങ്ങിയിട്ട് എന്നെല്ലാം പറഞ്ഞിട്ട് ലേബർ റൂമിൽ പോയി റംക്ക പറ്റുന്ന പോലെ ഒറ്റയ്ക്കായിരുന്നു ഉണ്ടായിരുന്നത്. ഒറ്റയ്ക്കുള്ള സമയത്ത് ഒന്നാമത് വെച്ചാൽ ടെൻഷനായിരിക്കുന്ന സമയത്ത്, ആ ടെൻഷനായിരിക്കുന്ന സമയത്ത് ഇവള് വീഡിയോ എടുക്കാനും പറഞ്ഞു, എനിക്കാണെങ്കിൽ ഒന്നും ചെയ്യാനും ഞാനത് വീഡിയോ എടുത്തിട്ടില്ലെങ്കിൽ പിന്നെ 3-4 പ്രാവശ്യം എടുത്തിട്ട് പറഞ്ഞിട്ടല്ലേ ലേബർ റൂമിൽ പോയത്, എടുക്കണേന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മളെ പാക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് പോവാനുള്ള ടൈമായി. ബില്ലിങ് ഡിസ്ചാർജ് സമ്മറി കാര്യങ്ങളെല്ലാം വെയിറ്റ് ചെയ്തിട്ട് വെക്കുക. അപ്പം കുട്ടികൾ ജസ്റ്റ് ഒന്ന് NICയിൽ ഇടേണ്ടി വന്ന് നമുക്ക് എന്താ പറയുക ഡെലിവറി സ്റ്റോറി വേറെ തന്നെ ചെയ്യാം അല്ലേ, ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നില്ല. പിന്നെ ഇതിനകത്ത് ഞാൻ കുറച്ച് വോയിസ് ഓവർ കൊടുത്തിട്ട് ചെയ്യാം. വലിയൊരു വീഡിയോ ചെയ്യാന്നൊക്കെ വിചാരിച്ചത് തന്നെയായിരുന്നു സത്യം പറഞ്ഞു. നല്ല എല്ലാരും കാത്തു നിൽക്കുന്ന ഇതാണല്ലോ, ഒരുപാട് ആൾക്കാർ ചോദിക്കും, എല്ലാം ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു അത് പക്ഷേ ചെയ്യാൻ പറ്റില്ല. പിന്നെ കുറെ വീഡിയോസ് എടുത്തിട്ടുണ്ട്, അതിൻ്റെ അകത്ത് ഞാൻ പറ്റുന്ന പോലെ ഞാൻ വോയിസ് ഓവറിലായിരിക്കും ഉണ്ടാവുക കൂടുതൽ. കാരണം ഞാൻ വീഡിയോ എടുത്ത സമയത്ത് വീഡിയോസ് ഫുള്ള് കണ്ടിട്ടില്ല. ഞാൻ വീഡിയോ എടുത്ത സമയത്ത് എനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല. ഇവള് ലേബർ റൂമിൽ ഇരിക്കുകയാണ്. ഈ ലേബർ റൂമിൽ ഇരിക്കുന്ന സമയത്ത് എനിക്കൊന്നും സംസാരിക്കാൻ പറ്റുന്നില്ല. ഇവള് വീഡിയോ എടുക്കണം എന്ന് പറഞ്ഞ് ഞാനങ്ങനെ വീഡിയോ എടുത്തു. എനിക്ക് പിന്നെ ആ ടെൻഷൻ കൊണ്ട് ഇവിടെ മുന്നിൽ പോകുമ്പോൾ ഇവിടെ എനിക്ക് ടെൻഷൻ കാണിക്കാൻ പറ്റില്ല. അപ്പോൾ ഒരുപാട് അഭിനയിച്ചു. പിന്നെ വീഡിയോ എടുക്കുന്ന സമയത്ത് വീഡിയോനെ കുറെ ചിരിച്ച് സംസാരിക്കാൻ ശ്രമിച്ചു, പക്ഷെ പറ്റിയിട്ടില്ല. എൻ്റെ വാക്കുകൾ ഒരുപാട് ഇടറിപ്പോയി. അപ്പം ഇൻഷാല്ലാ നമുക്ക് ആ വീഡിയോസെല്ലാം നിങ്ങൾ കണ്ടു നോക്കുക. അപ്പോൾ നമ്മൾ ഇതിൻ്റെ എൻഡിൽ നമ്മളിപ്പോൾ ഇനി വെക്കേറ്റ് ചെയ്തിട്ട് മക്കളും ഇവരൊക്കെ നമ്മൾ ആ റൂമിലാണ് ഉള്ളത്. അപ്പോൾ അവരെല്ലാം അവിടുന്ന് പിക്ക് ചെയ്തിട്ട് ഇന്ന് നാട്ടിലോട്ടേക്ക് പോകണം ഇൻഷാല്ലാ. അതിനകത്ത് വോയിസ് ഓവറിനകത്ത് കുറച്ച് കാര്യങ്ങൾ പറയാം. പിന്നെ നമ്മളെ എക്സ്പീരിയൻസ്, ഹോസ്പിറ്റൽ എക്സ്പീരിയൻസ്, ബേബീസ് വന്നപ്പോൾ ഉള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വേറെ തന്നെ ഒരു ഒരുപാട് കാര്യങ്ങൾ പറയാം. അത് നമുക്ക് വേറൊരു വീഡിയോ എന്താ പറയുക ഭയങ്കര ലെങ്തി വീഡിയോ ആയിപ്പോ അറിയില്ല കേട്ടോ. ഞാൻ ആ വീഡിയോ എഡിറ്റ് ചെയ്യാനിരിക്കുമ്പോ അറിയുള്ളൂ. ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യാനിരിക്കുമ്പോ അറിയുള്ളൂ. ഇത് നിങ്ങളെ കയ്യിൽ പിടിച്ചോ, എൻ്റെ കൈ കായ്ക്കുന്നു. അപ്പം ഞാൻ ഏകദേശം നോക്കിയായി. ഇത്രയും ദിവസം ഈ ഒരു 3-4 ദിവസം എന്ന് പറയുന്നത് കുറച്ച് ഡിഫിക്കൽട്ടാണ്. C-സെക്ഷൻ ആയിരുന്നു, അപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കുമല്ലോ. അപ്പം അത്രയൊക്കെയാണ്. അപ്പം ഇൻട്രോ എടുക്കുന്നത് വീഡിയോൻ്റെ എൻഡിലാണ്. അപ്പോൾ ബാക്കിയുള്ള ഭാഗങ്ങൾ നിങ്ങൾ കണ്ടു നോക്ക്, നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം അറിയിക്കുക. നമ്മളെ ഇനി നാട്ടിലോട്ടേക്ക് ഞങ്ങൾ പോകാൻ വേണ്ടി പ്ലാൻ ചെയ്യുക. കാരണം ഇപ്പം നമ്മൾ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് 18-ാം തീയതി, എപ്പോൾ അപ്ലോഡ് ചെയ്യുമെന്ന് അറിയില്ല കേട്ടോ. 18-ാം തീയതിയാണ് റെക്കോർഡ് ചെയ്യുന്നത്. ഇപ്പം നാളെ നോമ്പ് തുടങ്ങാൻ വേണ്ടി പോകും. അപ്പം നമുക്ക് നാട്ടിലെ തന്നെയാണ് കുറച്ചും കൂടി സൗകര്യം എന്നുള്ളതുകൊണ്ട് ഇന്ന് തന്നെ നാട്ടിലോട്ടേക്ക് പോകാമെന്നുള്ള നല്ല പ്ലാനിങ്. അപ്പോൾ ഇൻഷാല്ലാ അതും കൂടെ നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്താം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ ഉടനെ തന്നെ വരുന്നതായിരിക്കും. ഇതിനകത്ത് മൊത്തം വോയിസ് റെക്കോർഡ് ആവണ്ടെന്ന് കരുതിയിട്ടാണ് നമ്മളിപ്പോൾ കുറച്ച് ഭാഗം ഹോസ്പിറ്റലിൽ നിന്ന് എടുക്കാമെന്ന് വിചാരിച്ചേട്ടാ.
അപ്പോൾ ഇതേ ഇവിടുന്ന് തൊട്ടിട്ടാണ് നമ്മുടെ കഥ സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. നമ്മുടെ ഡെലിവറി ബ്ലോഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടുന്നാണ്. കാരണം ഞാൻ ആയിഷ ഡോക്ടറുടെ OPയിൽ റൂട്ടീൻ ചെക്കപ്പിന് പോയതായിരുന്നു 13-ാം തീയതി. അപ്പം പോയ സമയത്ത് ഡോക്ടറിനോട് ചോദിച്ചു ജസ്റ്റ് പിന്നെ ഇങ്ങനെ പെയിന് ബുദ്ധിമുട്ട് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് രാവിലെ തൊട്ട് പെയിൻ ഉണ്ടായിരുന്നു, പക്ഷേ എനിക്ക് ഡെലിവറി പെയിൻ ആണോ എന്ന് അറിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ സാധാരണ നമുക്ക് ചെയ്യുന്ന സ്കാനും മറ്റും ചെയ്തതിന് ശേഷം ഒന്ന് PV നോക്കാമെന്ന് പറഞ്ഞു, പെയിൻ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ PV നോക്കിയപ്പോഴാണ് ഡോക്ടർ പറഞ്ഞത് മോളെ 2 ഫിംഗർ ഓപ്പൺ ആയിട്ടുണ്ട്, നിനക്ക് പെയിൻ ഉണ്ട് എന്ന് പറഞ്ഞു. കാരണം എനിക്ക് ആ പെയിന് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. കാരണം ഞാൻ പറയാറുണ്ടല്ലോ, എന്നും ഞാൻ പറയാറുണ്ട് എനിക്ക് എപ്പോഴും ബുദ്ധിമുട്ടാണ്, എപ്പോഴും പെയിനാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഹസ്ബൻഡിൻ്റെ സമയത്ത് ഇതുപോലെ തന്നെയായിരുന്നു പെയിൻ. ഈ 2 ഫിംഗർ ഓപ്പൺ ആയിരുന്ന പെയിൻ വന്നപ്പോഴും എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു ഇപ്പം തന്നെ അഡ്മിറ്റ് ആവണം, നമുക്ക് കുട്ടി ബ്രീച്ച് തന്നെയായിരുന്നു ഉണ്ടായിരുന്നു കേട്ടോ, ഫസ്റ്റ് ബേബി ബ്രീച്ച് ആയിരുന്നു. അപ്പോൾ നമുക്ക് എന്തായാലും നോർമൽ ഡെലിവറിക്ക് ട്രൈ ചെയ്യാൻ വേണ്ടി പറ്റൂലല്ലോ. പക്ഷേ എനിക്ക് ഒന്നുകൂടെ വെയിറ്റ് ചെയ്യാനായിരുന്നു ആഗ്രഹം. കാരണം എന്ന് വെച്ചാൽ 14-ാം തീയതി ഞാൻ നിങ്ങളോട് മുമ്പേ പറഞ്ഞിട്ടുണ്ട് വീഡിയോനകത്ത്, അതുപോലെ പ്രോഗ്രാമായിരുന്നു സ്കൂളിൽ. അപ്പോൾ അവരെല്ലാം കൂട്ടിയിട്ട് വന്നിട്ട് ഡെലിവറി എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത്. പക്ഷേ പടച്ചോൻ്റെ തീരുമാനം എന്താണ്, അതല്ലേ നടക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെ അഡ്മിറ്റാക്കി. ഞാൻ അഡ്മിറ്റ് ആയതിന് ശേഷം എൻ്റെ ദേഹത്തുണ്ടായിരുന്ന ഞാൻ സിമ്പിളായിട്ടുള്ള കുറച്ച് ഗോൾഡ് മാത്രമേ ധരിച്ചിട്ടുണ്ടായിരുന്നു, അതൊക്കെ അഴിച്ചിട്ട് റംഖാനെ കൈ കൊടുത്തു. അതിന് ശേഷം ഞാൻ ഹസ്ബൻഡിനും അച്ഛനൊക്കെ വീഡിയോ കോൾ ചെയ്തിട്ട് അവരോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു കേട്ടോ. ഇങ്ങനെ ഉമ്മച്ചി അഡ്മിറ്റ് ആവുകയാണ്, ഹസ്ബൻഡ് പ്രോഗ്രാമിന് വരാൻ പറ്റില്ല. എനിക്ക് ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു. കാരണം അവൾ ആദ്യമായിട്ട് സ്റ്റേജിൽ കയറുമ്പോൾ ഞാനും റമിക്കൊക്കെ ഉണ്ടാവണമെന്ന് നമുക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ. നമ്മൾ രാവിലെ റൂമിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് നമ്മുടെ പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെക്കപ്പ് കഴിയുന്നു, അത് കഴിഞ്ഞതിന് ശേഷം കുഴപ്പമൊന്നുമില്ല എന്ന് ഡോക്ടർ പറയുകയാണെങ്കിൽ നാട്ടിലോട്ടേക്ക് വന്ന് അവളുടെ പ്രോഗ്രാമും കണ്ടിട്ട് പിറ്റേന്ന് അവരെയും കൂട്ടിയിട്ട് കോഴിക്കോടേക്ക് തിരിച്ചു പോകുക എന്നുള്ളതായിരുന്നല്ലോ. പക്ഷെ അതൊന്നും ആയിരുന്നില്ല നടന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ ഈ വീഡിയോ ഇത്ര പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യുന്നത് എനിക്ക് വയ്യാഞ്ഞിട്ടൂടെ ഇരുന്നിട്ട് എഡിറ്റ് ചെയ്യുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേര് എന്നെ ചീത്ത പറയുന്നുണ്ട്, ഞാൻ ജെൻഡർ പറയുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. ജെൻഡർ ഇതിനകത്ത് തന്നെ ലേബർ റൂമിൽ നിന്ന് ഇറക്കുന്ന സമയത്ത് അവർ പറയുന്നുണ്ട്. അപ്പം ഞാൻ കരുതി എന്നാൽ പിന്നെ അത് തന്നെ മതിയല്ലോ, നമ്മൾ എക്സ്ട്രാ പറയണ്ടല്ലോ എന്ന് കരുതിയിട്ടാട്ടോ ഞാൻ അപ്പോൾ പറയാണ്ടിരുന്നത്. പിന്നെ നമ്മുടെ ഒരു സന്തോഷത്തിന് നമ്മുടെ ഒരു ഫാമിലി മെമ്പറിൽ ആർക്കെങ്കിലും ഒരാൾക്കൊരു ഗിഫ്റ്റ് കൊടുക്കുക എന്നുള്ളതിനകത്താണ് ഞാൻ ലാസ്റ്റ് ഷോർട്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ക്ലിപ്പൊക്കെ ഞാൻ ഓൺ വോയിസ് തന്നെ കൊടുത്തിട്ട് റെക്കോർഡ് ചെയ്തായിരുന്നു കേട്ടോ. പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ടിലുള്ള സൗണ്ടൊക്കെ കൂടിയിട്ട് നിങ്ങൾക്ക് വീഡിയോ കാണുന്ന സമയത്ത് ഒട്ടും തന്നെ മനസ്സിലാവുന്നുണ്ടാവില്ല. അതുകൊണ്ടാണ് ഞാനത് പിന്നെ റെക്കോർഡ് തന്നെ ചെയ്യാമെന്ന് കരുതിയിട്ടുണ്ടായിരുന്നത്. ഇത് ഞാൻ ലേബർ റൂമിലോട്ടേക്ക് കയറിയിട്ട് എന്നോട് അവിടെ അഡ്മിറ്റ് ആവാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ എനിക്ക് റമിക്കാനെ കാണുന്നതുകൊണ്ടും പെട്ടെന്ന് നമ്മൾ അഡ്മിറ്റ് ആയതുകൊണ്ടും എനിക്ക് വീട്ടിലൊക്കെ വിളിച്ച് പറയാനും റമിക്കാനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനും ഒക്കെ ഒന്നുകൂടെ പുറത്തോട്ടേക്ക് പോകണമെന്ന് പറഞ്ഞിട്ട് അവരെന്നോട് പുറത്ത് പോയിക്കോളാൻ വേണ്ടി പറഞ്ഞു. എന്നോട് പറഞ്ഞ് ഞാൻ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാത്ത കാരണം കഞ്ഞി കുടിച്ചിട്ട് വന്നോളൂ എന്ന് പറഞ്ഞ്. പക്ഷേ പുറത്തിറങ്ങിയപ്പോൾ നമ്മൾ പാത്രങ്ങളോ ഹോസ്പിറ്റൽ ബാഗോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. റൂം അടുത്ത് തന്നെയാണ്, പക്ഷേ നമ്മൾ നാട്ടിലോട്ടേക്ക് പോകാനുള്ള പ്ലാനിങ്ങിലാണല്ലോ റൂട്ടീൻ ചെക്കപ്പിന് പോയത്. അപ്പോൾ ഒന്നും ഇല്ലാത്തത് കാരണം റമിക്ക ക്യാൻറ്റീനിൽ പോയിട്ട് ചായയും ജസ്റ്റ് സ്നാക്സൊക്കെ വാങ്ങിയിട്ട് എനിക്ക് കൊണ്ടുതരികയാണ് ചെയ്തത്. കഞ്ഞി കുടിക്കാൻ അപ്പോൾ പാത്രം കയ്യിലുണ്ടായിരുന്നില്ല കേട്ടോ. ചായയൊക്കെ കുടിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് റെമിസ്ക്ക് ഒറ്റക്കായതുകൊണ്ട് തന്നെ എനിക്ക് ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു, മൂപ്പർക്ക് എല്ലാം കൂടെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി പറ്റുമോ, പിന്നെ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ നമുക്കൊരു ടെൻഷൻ ആയിരിക്കുമല്ലോ, അങ്ങനെ ടെൻഷൻ ആവുമോ എന്നൊക്കെ ഓർത്തിട്ട് എനിക്കും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. ലേബർ റൂമിൽ കയറുന്ന സമയത്ത് ഞാൻ അവർ പറഞ്ഞ സമയത്തിനേക്കാൾ കൂടുതൽ പുറത്തിരുന്നിട്ട് റെമിസ്ക്കാനെ എല്ലാം പറഞ്ഞ് റെഡിയാക്കിയിട്ടാണ് ഉള്ളിലോട്ടേക്ക് പോകുന്നുണ്ടായിരുന്നത്. വീഡിയോസൊക്കെ റെക്കോർഡ് ചെയ്യണം, എനിക്ക് കാണാൻ പറ്റില്ല, പിന്നെ അപ്ലോഡ് ചെയ്യുന്നത് മാത്രമായിരുന്നില്ല എൻ്റെ ഉദ്ദേശം, എനിക്ക് കാണാൻ പറ്റില്ലല്ലോ, ഞാൻ ലേബർ റൂമിൻ്റെ ഉള്ളിലായിരിക്കുമല്ലോ. അതുകൊണ്ട് അതൊക്കെ ഒന്ന് റെക്കോർഡ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടാണ് ഞാൻ ഉള്ളിലോട്ടേക്ക് പോയിട്ടുണ്ടായിരുന്നത്. മാക്സിമം മൂപ്പര് റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഹോസ്പിറ്റൽ ബാഗ്, പിന്നെ ആ പാത്രങ്ങൾ. തുടക്കത്തിൽ റമീസ്ക പറഞ്ഞതുപോലെ തന്നെ മൂപ്പര് എന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടി മാക്സിമം സംസാരിച്ചിട്ട് എന്നെ വീഡിയോ എടുക്കാനൊക്കെ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും പലപ്പോഴും സൗണ്ട് കുറഞ്ഞിട്ടും വാക്കുകൾ ഇടറിയിട്ടൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ മാക്സിമം ഞാൻ റമീസ്കാൻ്റെ വോയിസ് ഉള്ളത് കൊടുക്കാട്ടോ, ബാക്കി ഞാൻ വോയിസ് റെക്കോർഡ് തന്നെ ചെയ്യാമെന്ന് കരുതി. ആസിക്ക് സ്ഥലത്ത് ഇല്ലാന്ന് അറിയില്ല, ആയിരിക്കും കൗണ്ട് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കൗണ്ട് മേടിക്കാൻ വേണ്ടിയിട്ട് അറിയാം. സമയം അങ്ങനെ 9 മണി കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ എന്താ പറയുക, അവൾക്കുള്ള ഫുഡ്, വെള്ളം, പിന്നെ നെയ് റോസ്റ്റ്, ഇതൊക്കെയാണ് ഇന്ന് അവൾക്ക് നൈറ്റിലുള്ള ഫുഡ്. അപ്പോൾ ഇതിപ്പം അവിടെ എത്തിച്ചു കൊടുക്കണം. അതിനുശേഷം കുറച്ച് കഴിഞ്ഞിട്ട് അവളിങ്ങനെ പുറത്തോട്ട് വരുന്നൊക്കെയാണ് പറഞ്ഞത്. ഇല്ല,
പുതിയ വാച്ചല്ലേ ഇതിൻ്റെ മുകളിലേക്ക് ആസിയ വലിയ അടുത്ത് ഞാൻ പഠിച്ചിട്ടാ നമ്പർ ഞാനും പഠിച്ചു 11022676 പുതിയ നാളെ വാലന്റൈൻസ് ഡേ അപ്പോൾ കുറച്ച് അലഞ്ഞ് തിരിഞ്ഞിട്ട് പിന്നെ നാളെ വാലന്റൈൻസ് ഡേ ആയതുകൊണ്ട് എവിടെ ഈ സാധനം കിട്ടിയിട്ടില്ല. അച്ഛൻ്റെ ഫേവറേറ്റ് ആണ് പാരമിൽക്ക് അതിനൊക്കെ. അപ്പോൾ ഇത് ഈ സാധനം എവിടെയും കിട്ടാനില്ല. അപ്പോൾ ഞാനിങ്ങനെ കുറേ അലഞ്ഞ് തിരിഞ്ഞ് കിട്ടിയതാണ് ഈ സാധനം. ഇപ്പോൾ സമയം നോക്കിയാൽ 11 മണി ആവാറായി. ഇന്ന് രാത്രി 12 മണിക്ക് എനിക്ക് നേഴ്സിൻ്റെ കയ്യിലങ്ങനെ കൊടുത്ത് വിടണം ഈ സാധനം. അങ്ങനെ ഡയറി മിൽക്ക് മേടിച്ച് വീണ്ടും ഹോസ്പിറ്റൽ മുറ്റത്തേക്ക് അങ്ങനെ അത് മേടിച്ച് ഇടാനില്ല, ഇട്ട് കൊടുക്കാനില്ല ബ്രൗൺ കവറൊക്കെ ഉണ്ട്. അടുത്ത ദിവസം വാലന്റൈൻസ് ഡേ ആണെന്നുള്ളത് എനിക്കും ഓർമ്മയുണ്ടായിരുന്നു. ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുമ്പോൾ അങ്ങനെയൊന്നും ആയിരുന്നില്ല കേട്ടോ. കാരണം അവിടെ ഹോസ്പിറ്റലിൽ നിന്ന് നേഴ്സുമാരൊക്കെ ഇതിനെക്കുറിച്ചിട്ട് ഇങ്ങനെ ചർച്ചയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ, നാളെ വാലന്റൈൻസ് ഡേ അല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ ഞാൻ അവിടെയുള്ള നമ്മൾ ലേബർ റൂമിനുള്ളിൽ കിടക്കുമ്പോൾ ഓരോരുത്തരുടെ കരച്ചിൽ കേൾക്കുമല്ലോ, ഭയങ്കര കൂക്കി വിളിച്ചിട്ടുള്ള കരച്ചിലൊക്കെ കേട്ടിട്ട് ഞാൻ ആ ഒരു ടെൻഷനിലൊക്കെ അവിടെ കിടക്കുകയായിരുന്നു കേട്ടോ. അപ്പോഴെനിക്ക് ചോക്ലേറ്റോ ഇങ്ങനെ ഒരു ഗിഫ്റ്റ് കിട്ടുമോ എന്നുള്ള ഒരു എക്സ്പെക്റ്റേഷനും ഉണ്ടായിരുന്നില്ല. ഈ ഒരു സമയമാകുമ്പോഴത്തേന് റെമിക്കാൻ്റെ ഉമ്മയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഉമ്മയും അനിയനും അതൻകുട്ടിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. കാരണം എൻ്റെ ഉമ്മാനെ ആ സമയത്തേക്ക് കൂട്ടാൻ അവിടെ ആളില്ല, ഇങ്ങനെ അങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ ആളില്ല, പിന്നെ കൊണ്ടുവരാൻ പറ്റൂല. കാരണം ആച്ചി ഹസ്ബും ഉണ്ട്, അവർക്ക് പ്രോഗ്രാമുണ്ട്, ഹസ്ബുവിന് പ്രോഗ്രാമുണ്ട്. അപ്പം അത് കഴിയാതെ എന്തായാലും കൊണ്ടുവരാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഹസ്ബുവിൻ്റെ ഡാൻസ് ഞാൻ ഇതിൻ്റെ ഇടയിൽ ഉൾപ്പെടുത്താമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നോക്കട്ടെ കേട്ടോ, ഞാൻ എവിടെയെങ്കിലും ഉൾപ്പെടുത്താം. ഞാനില്ലെങ്കിലും നന്നായിട്ട് തന്നെ ഡാൻസൊക്കെ കളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് റൂമിൽ വന്നിട്ട് കിടന്നപ്പോൾ ഉമ്മ ഇങ്ങനെ ഡാൻസ് കാണിച്ചെന്ന് എനിക്ക് ഭയങ്കര സങ്കടമായിട്ടാണ്, എനിക്ക് കാണാൻ പോകാൻ പറ്റിയില്ലല്ലോ എന്ന് ഓർത്തിട്ട്. എന്നോട് അഡ്മിറ്റ് എന്ന് പറഞ്ഞ സമയത്ത് ഞാൻ ആയിഷ ഡോക്ടറോട് ആകെ റിക്വസ്റ്റ് ചെയ്ത കാര്യം എൻ്റെ മക്കൾ രണ്ടുപേരും വെയിറ്റ് ചെയ്തിരിക്കുന്നതാണ് ബേബീസ് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഒന്ന് വെയിറ്റ് ചെയ്തൂടെ, നാളെ ഒരു പ്രോഗ്രാം കഴിഞ്ഞിട്ട് വരുമെന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു നമുക്ക് വെയിറ്റ് ചെയ്യാം, പക്ഷേ എനിക്ക് 2 ഫിംഗർ ഓപ്പൺ ആയി, അപ്പോൾ ഇനിയും പെയിൻ അങ്ങോട്ടേക്ക് കൂടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എമർജൻസി ആയിട്ട് CS ചെയ്യേണ്ടി വരും. കാരണം എന്ന് പറഞ്ഞാൽ നമ്മളെ ഫസ്റ്റ് ബേബി ബ്രീച്ച് പൊസിഷൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ബ്രീച്ച് ആകുമ്പോൾ നമുക്ക് എന്തായാലും നോർമലി നടക്കാത്തത് കൊണ്ട് തന്നെ പെയിന് വരുന്നത് റിസ്ക് ആണ്. അതുകൊണ്ടാണ് ഡോക്ടർ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ അതുകൊണ്ട് തന്നെ എന്നെ ലേബർ റൂമിൽ തന്നെ ഒബ്സർവേഷനിൽ വെക്കണം എന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കണം നമുക്ക് ബേബീൻ്റെ മൂവ്മെൻറ്റ് കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ലേബർ റൂമിലായതുകൊണ്ട് തന്നെ ഉമ്മാനെയും അനിയനെയൊക്കെ നമ്മൾ റൂമിലോട്ടേക്ക് ആക്കുക കേട്ടോ ചെയ്തത്. റിമിസ്ക്ക് മാത്രമാണ് നൈറ്റ് ഹോസ്പിറ്റലിൽ നിന്നിട്ടുണ്ടായിരുന്നത്. ഇവിടുത്തെ റൂമൊക്കെ ഫുള്ളായത് കാരണം ഇന്ന് സ്റ്റേ ഇന്ന് വണ്ടിയിലാണ്. ഇന്ന് ലേബർ റൂമിൻ്റെ മുന്നിലും അതുപോലെ തന്നെ എല്ലാം ഫുള്ളാണ്. വന്ന ആൾക്കാരൊക്കെ ലേബർ റൂമിൻ്റെ മുന്നിൽ കിടന്ന് ഇനിയിപ്പം വണ്ടിയിൽ കിടന്നുറങ്ങണം എന്നല്ല, ഇവിടെ കിടക്കണം. അങ്ങനെ വണ്ടിയിൽ സ്റ്റേ തുടങ്ങിയിട്ടുണ്ട്. ഇതൊക്കെയാണ് ഇപ്പോൾ വണ്ടിയുടെ അവസ്ഥ. സാധനങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് സംഭവം നമുക്ക് ഞാൻ റൂമിന് അന്വേഷിച്ചു. അപ്പോൾ റൂമിന് അന്വേഷിച്ച സമയത്ത് അവർ പറഞ്ഞതെന്ന് വെച്ചാൽ കുറച്ച് തിരക്കാണിപ്പം റൂമിൽ, റൂമൊക്കെ ഫുള്ളാണ്. അപ്പോൾ അതുകൊണ്ട് റൂമില്ലെന്നാണ് അവരെന്നോട് പറഞ്ഞത്. പിന്നെ കുറച്ച് നേരം മുന്നേ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നാളെ ഉച്ചയ്ക്ക് ശേഷം റൂം റെഡിയാണെന്ന് പറഞ്ഞിട്ട്. ഇപ്പം പെട്ടെന്ന് നമുക്ക് റൂമിൻ്റെ ആവശ്യം വരുന്നില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. എന്താ വെച്ചാൽ പിന്നെ അവൾ ലേബർ റൂമിൽ കയറിയിട്ടല്ലേ ഉള്ളത്. ചെറിയ പെയിൻ വന്നിട്ടേ ഉള്ളൂ, നല്ല പെയിൻ വന്നിട്ടില്ല. പിന്നെ അങ്ങനെ ഇപ്പോൾ നല്ല പെയിൻ വരികയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ നോക്കിയിട്ട് റൂമിലോട്ട്, അതായത് ഡെലിവറി കഴിഞ്ഞിട്ട് റൂമിലോട്ട് ഷിഫ്റ്റ് ആക്കാമെന്നുള്ളൊരു ധാരണയിലാണ്. അപ്പോൾ ആ ഒരു നാളെ ഉച്ച സമയമാവും എന്ന് എല്ലാം ശരിയാവാൻ വേണ്ടിയിട്ട്. പിന്നെ അതൊക്കെയാണ്. അപ്പം എനിക്കിപ്പോൾ ഞാൻ വീട്ടിലോട്ട് പോകാമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വീട്ടിലോട്ട് പോയി കഴിഞ്ഞാൽ എനിക്ക് ഇരിപ്പുറക്കില്ല. അതുകൊണ്ട് ഞാൻ പിന്നെ ഏതായാലും വിചാരിച്ച് വണ്ടിയിൽ തന്നെ ഇങ്ങനെ ഇരിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇപ്പോൾ വണ്ടിയിൽ ഇരിക്കുകയാണ്. അവരെന്തെങ്കിലും എമർജൻസി ഉണ്ടെങ്കിൽ അവരെന്നെ വിളിക്കുന്നതാണ് പറഞ്ഞത്. നോക്കാം. അങ്ങനെ രാവിലെ ആയിട്ടുണ്ട്. പിന്നെ ഇതൊരു അപ്ഡേഷനൊന്നും വന്നിട്ടില്ല. അവർ അപ്ഡേഷൻ അറിയിക്കാന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഹോസ്പിറ്റലിൻ്റെ മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് അപ്ഡേഷനൊന്നും അവർ തന്നിട്ടില്ല. ഇനിയിപ്പോൾ
മേളിൽ പോയി നോക്കണം എന്താണെന്നുള്ളത്. ഞാനിവിടെ താഴെ തന്നെയാണ് ഞാനിവിടെ സ്റ്റേ അടിച്ചിരുന്നത് ഇന്നലെ. പിന്നെ ഇനിയിപ്പോൾ രാവിലത്തെ ചായ കൊടുക്കാനും പിന്നെ എന്താ പറയുക പേസ്റ്റും ബ്രഷും ഇതിനിപ്പോൾ അവിടെ ഒന്ന് എത്തിച്ചു കൊടുക്കണം. നമുക്ക് ബാക്കിയുള്ള അവിടെ എത്തിയിട്ട് നോക്കാം. നേരത്തെ പറഞ്ഞതിൽ ഈ ഒരു സാധനം വിട്ടുപോയി കേട്ടോ. ഇപ്പോൾ ലേബർ റൂമിൻ്റെ ഉള്ളിലല്ലേ ഉള്ളത്, അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് പല്ല് തേക്കാനും പിന്നെ മുഖം ഒന്ന് വാഷ് ചെയ്യാനൊക്കെ ഈ ഒരു സാധനം ഉള്ളത് നല്ലതാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. നൈറ്റ് മുഴുവൻ ലേബർ റൂമിലായിരുന്നെങ്കിൽ ഞാൻ ഉറങ്ങിയിട്ടേ ഉണ്ടായിരുന്നില്ല കേട്ടോ. എനിക്ക് 12 മണിയായപ്പോൾ ആ ചോക്ലേറ്റൊക്കെ കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു. അവിടെ ഒരു ചേച്ചീൻ്റെ കയ്യിൽ കൊടുത്തു വിട്ടിട്ട് അവർ കൊണ്ടു തന്നു, ഭർത്താവ് തന്നതാട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്കത് കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. ഞാനത് കഴിച്ചൊന്നുമില്ല. രാവിലെ ആയപ്പോഴാണ് ഞാനത് പകുതി കഴിച്ചിട്ട് പകുതി അവിടെ ഇരുന്ന നേഴ്സുമാർക്ക് കൊടുത്തു. കാരണം അവരെന്നെ രാത്രി അത്രയും നന്നായിട്ട് കെയർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ചായ മേടിച്ചു, ചായയും നൂൽപുട്ട് കടലക്കറി ഒക്കെ മേടിച്ചിട്ടുണ്ടാവും കഴിക്കാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ കൂടെ ഒരു ഗ്ലാസും കൂടെ വെച്ചിട്ട് നേഴ്സുമാരെ കയ്യിൽ കൊണ്ടുപോകണം. നേഴ്സുമാർ അവർ അവിടെ എത്തിച്ചു കൊടുക്കുന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷെ എല്ലാം നല്ല ഫ്രണ്ട്ലി ആട്ടോ. ഗ്ലാസ് എടുക്കണം, ഗ്ലാസ് എടുത്തിട്ട് ഇപ്പോൾ അവിടെ കൊണ്ടു കൊടുക്കണം. അതെ, റിമിസ്ക പറഞ്ഞതുപോലെ എല്ലാവരും നല്ല ഫ്രണ്ട്ലിയാണ്. അതാണ് ഞാൻ ഇത്രയും കിലോമീറ്ററുകൾ കടന്നിട്ട് ശാന്തി ഹോസ്പിറ്റലിലോട്ടേക്ക് പോകാനുള്ള കാര്യം എന്ന് പറയുന്നതും. കാരണം എനിക്ക് CS ആണെങ്കിലും നോർമൽ ആണെങ്കിലും ഡെലിവറി അവിടെ നിന്ന് മതി എന്നുള്ളത് ഞാൻ ആദ്യമേ ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഞാനത് മുമ്പേ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ നിങ്ങളോടൊക്കെ. എന്നെ അത്രയും നന്നായിട്ട് കെയർ ചെയ്ത്, എന്നെന്നല്ല അവിടെ വരുന്ന ഓരോരുത്തരെയും അത്രയും നന്നായിട്ട് കെയർ ചെയ്യുന്ന ആൾക്കാരാണ് അവിടെ ചുറ്റും ഉള്ളത്. പിന്നെ ഒരു ഡോക്ടറെ ഇങ്ങനെ എനിക്ക് കുറച്ചൊന്ന് എന്നോടൊന്നും അല്ല പെരുമാറിയത്, വേറൊരാളോട് സംസാരിക്കുന്ന കണ്ടപ്പോൾ ഇതെന്താ ഇങ്ങനെയെന്ന് തോന്നിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ എനിക്ക് ചായയൊക്കെ വാങ്ങി തന്നിട്ട് ഞാൻ ആ ഭക്ഷണം കഴിച്ച പാത്രമൊക്കെ ഇവർക്ക് തിരിച്ചു കൊണ്ട് കൊടുത്തിട്ട് ഇവരുടെ അടുത്ത് വന്ന് പോയതിന് ശേഷം ഞാൻ അന്ന് തന്നെ വോമിറ്റൊക്കെ ചെയ്തിട്ടാ. എന്താ അറിയില്ല, എനിക്ക് ഈ ലാസ്റ്റ് ഡേ ആയപ്പോൾ പിന്നെയും വോമിറ്റിംഗ് ഒക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഡെലിവറി അധികം നീട്ടുന്നതിൽ വലിയ അർത്ഥമില്ലാന്ന് നമുക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് അവിടെ അഡ്മിറ്റ് ആയതിന് ശേഷം തന്നെ പെയിൻ ഇങ്ങനെ കൂടിക്കൂടി വരുന്നുണ്ടായിരുന്നു കേട്ടോ. ഇടയ്ക്ക് ഇങ്ങനെ കുറയും, പക്ഷേ വീണ്ടും പെയിൻ ഇങ്ങനെ വരും. അങ്ങനെ ആയപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഇത് മക്കൾ വരുന്ന സമയം വരെ ഒന്നും നമുക്കങ്ങനെ നീട്ടിക്കൊണ്ടുപോകാൻ പറ്റുന്ന കാര്യമല്ല എന്നുള്ളത്. അപ്പം രാവിലെ ഡോക്ടർ വന്ന സമയത്ത് ഒന്നുകൂടെ ഡോക്ടർ PV ചെയ്ത് നോക്കി കുട്ടികളുടെ പൊസിഷനിൽ എന്തെങ്കിലും ചേഞ്ച് വരുവാണെങ്കിൽ നമുക്ക് നോർമൽ തന്നെ ട്രൈ ചെയ്യാമെന്നുള്ള രീതിക്ക്. പക്ഷേ ബ്രേച്ച് തന്നെയായിരുന്നു. അങ്ങനെ ഞാൻ ഡോക്ടറോട് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഇനി വെയിറ്റ് ചെയ്യണമെന്നില്ല, കാരണം എനിക്ക് അറിയാമായിരുന്നു കുട്ടികളുടെ ഏകദേശം വെയിറ്റൊക്കെ എനിക്കറിയാമായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നമുക്കെന്നാൽ CS ചെയ്യാമെന്ന് ഡോക്ടറോട് അങ്ങോട്ടേക്ക് പറയുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കാരണം എന്താ വെച്ചാൽ ഒത്തിരി വെയിറ്റ് ചെയ്യുമ്പോൾ ഞാൻ ഈ നോർമൽ ഡെലിവറീൻ്റെ പെയിനും സഹിക്കണം, അത് കഴിഞ്ഞിട്ട് ഞാൻ CSൻ്റെ പെയിനും സഹിക്കണം. അപ്പോൾ അത് രണ്ടും കൂടെ സഹിക്കണ്ടല്ലോ. എനിക്ക് ഓൾറെഡി ആച്ചീനകത്ത് എക്സ്പീരിയൻസ് ഉണ്ട് രണ്ടും സഹിച്ചതിൻ്റെ. അതുകൊണ്ട് തന്നെ ഡോക്ടറോട് അങ്ങനെ പറഞ്ഞു. അപ്പോഴത്തേന് രാവിലെ ഉമ്മയൊക്കെ ഹോസ്പിറ്റലിലോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഉമ്മാൻ്റെ മുഖത്ത് കാണുന്ന ഈ ടെൻഷനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലേബർ റൂമിലോട്ടേക്ക് വേണ്ട സാധനങ്ങളെയും നമുക്ക് ഇങ്ങോട്ടേക്ക് എടുക്കണ്ടേ, അവർ ചോദിക്കുമ്പോൾ കൊടുക്കണ്ടേ, അങ്ങനെയുള്ള. ഉമ്മ ആദ്യമായിട്ടാണ് ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുന്നത് കേട്ടോ, ഇങ്ങനെ ഡയറക്റ്റ് ഹോസ്പിറ്റലിൽ വന്നിരുന്നിട്ട്. അപ്പോൾ അതിൻ്റേതായ ടെൻഷനും ഉമ്മാക്കും ഉണ്ട്. കാരണം ഉമ്മയും റിമിക്കും അനിയനും മാത്രമേ ഉള്ളൂ ആ സമയത്ത്, എൻ്റെ ഉമ്മ എത്തിയിട്ടില്ലല്ലോ. ഉമ്മാക്കായിരുന്നെങ്കിൽ നമ്മൾ 2 പെൺപിള്ളേരെയൊക്കെ നോക്കി എക്സ്പീരിയൻസ് ഒക്കെ ഉള്ളത് കാരണം അങ്ങനത്തെ ഒരു ടെൻഷനൊന്നും ഉണ്ടാവില്ലായിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ അവരൊക്കെ ലേറ്റായിട്ടാണ് എത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പം ഇവർ ഈ സമയത്തിനുള്ളിൽ തന്നെ എനിക്ക് CSൻ്റെ ടൈമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഡോക്ടർ വന്നിട്ട് വൈകുന്നേരം 4 മണിക്കായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പം അതിന് നമ്മൾ അവിടെ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് CSൻ്റെ എമൗണ്ട് എത്രയാണോ അതിൻ്റെ ഒരു ഹാഫ് എമൗണ്ട് നമ്മൾ അഡ്വാൻസ് ചെയ്യും. ഇനി നോർമലാണെങ്കിൽ അതിൻ്റെ ഒരു ഹാഫ് എമൗണ്ട് അവിടെ അഡ്വാൻസ് പേയ്മെൻറ്റ് ചെയ്യും കേട്ടോ. അപ്പോൾ റെമിക്ക് ഇപ്പോൾ അതിനായിട്ടാണ് പോകുന്നത്. ഇതേ സമയത്ത് ലേബർ റൂമിൽ ഞാൻ എന്താ ചെയ്യുന്നുണ്ടായിരുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് ആൾക്കാരുടെ ഭയങ്കരമായിട്ടുള്ള കരച്ചിലിങ്ങനെ കേൾക്കും. ഒരു സമയത്ത് ഒരു പെൺകുട്ടീൻ്റെ ആയിരിക്കും കരച്ചിലേക്കുണ്ടാകും, ഭയങ്കര ഒച്ചയിൽ കരയുന്നുണ്ടാകും. കുറച്ച് കഴിയുമ്പോഴത്തേനും കുഞ്ഞ് കരയുന്ന സൗണ്ട് കേൾക്കും. ഞാനിതിങ്ങനെ ആസ്വദിച്ച് കിടക്കുമായിരുന്നു കേട്ടോ. പക്ഷെ എനിക്ക് പേടിയുണ്ടായിരുന്നു. നോർമലാകുന്ന സമയത്ത് അയ്യോ ഞാൻ ഇതിനകത്തോട്ടേക്ക് പോകണ്ടേ എന്നുള്ള ഒരു ടെൻഷൻ നമുക്ക് എന്തായാലും ഉണ്ടായില്ല. നോർമലാണെങ്കിൽ CS ആണെങ്കിലും കേട്ടോ, CS ആണെങ്കിൽ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം അനുഭവിക്കണം എന്നുള്ളതേ ഉള്ളൂ.
അപ്പം പിന്നെ ആണെങ്കിൽ എനിക്ക് മക്കളെത്താത്തതിൻ്റെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. അവർക്ക് സങ്കടമാവുമോ, അവർക്ക് കയ്യിലോട്ടേക്ക് വേണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നല്ലേ, അതൊക്കെ ഓർത്ത്. പിന്നെ വീക്ക് കംപ്ലീറ്റ് ആയില്ലല്ലോ, 35 വീക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന ദിവസമായിരുന്നു നമുക്ക് റുട്ടീൻ ചെക്കപ്പ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ വീക്ക് കംപ്ലീറ്റ് ആവാത്തതുകൊണ്ട് ഇവരുടെ കയ്യിലോട്ടേക്ക് കുഞ്ഞുങ്ങൾ കൊടുക്കുമോ എന്നുള്ളത് നമുക്ക് ഉറപ്പില്ലായിരുന്നു. അതുകൊണ്ടൊക്കെയാണ് കേട്ടോ നമ്മൾ CS പിന്നെ മക്കൾ വരുന്നതിന് മുമ്പേ ചെയ്താലും കുഴപ്പമില്ല എന്നുള്ള രീതിയിലോട്ടേക്ക് മാറിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ എന്നെ തിയേറ്ററിലോട്ടേക്ക് കൊണ്ടുപോകുന്നതിന് മുമ്പേ, ഹോട്ടലിലോട്ടേക്ക് കൊണ്ടുപോകുന്നതിന് മുമ്പേ ഇവരൊന്ന് കാണിച്ചു തരുമല്ലോ, അപ്പോൾ അതിനുവേണ്ടി ഇവർ വരികയാണ് എൻ്റെ അടുത്തോട്ടേക്ക്. ഉമ്മ തലേന്ന് അവിടെ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ടായിരുന്നെങ്കിലും ഞാൻ ഉമ്മാനെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഞാൻ തിയേറ്ററിലോട്ടേക്ക് പോകുന്ന സമയത്തായിരുന്നു ഉമ്മാനെ കണ്ടിട്ടുണ്ടായിരുന്നത്. വേരിയേഷൻ വരുവേ, സങ്കടപ്പെടല്ലേ. അത് നല്ല കാര്യത്തിലല്ലേ മോളെ പോണേന്ന് ഞാൻ സങ്കടപ്പെടുന്നത്. കുറേ നേരം വെയിറ്റ് ചെയ്തിട്ട് റമിക്കാനെ കണ്ടപ്പോൾ ഞാൻ പെട്ടെന്ന് കരഞ്ഞു പോയിട്ടാ. കരഞ്ഞു പോയതിൻ്റെ കാരണം ഒന്നാമത് എനിക്ക് അസ്ബൂനും ആച്ചീനും എൻ്റെ അടുത്തോട്ട് കിട്ടിയില്ല. തിയേറ്ററിലോട്ടേക്ക്, ഓപ്പറേഷൻ തിയേറ്ററിലോട്ടേക്കാണ് പോകുന്നത്. ഇപ്പോൾ ഒരുപാട് ന്യൂസൊക്കെ കേൾക്കുന്നതാണ്. എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ എനിക്ക് പിന്നെ മക്കളെ കാണാൻ പറ്റില്ലല്ലോ എന്ന് ഓർത്തിട്ടൊക്കെ ആയിരുന്നു എൻ്റെ കരച്ചിലെന്ന് പറയുന്നത്. അതിലെന്താ മോളാണ്. പതിനാലാം തീയതി വൈകുന്നേരം 4 മണിക്ക് CS പറഞ്ഞിരുന്നു എനിക്ക്. പക്ഷേ ഡോക്ടർ കുറച്ച് തിരക്കുകൾ കാരണമൊക്കെ OTയിലോട്ടേക്ക് ഒരു 5 മണിക്ക് ശേഷം കേട്ടോ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ 5:54, 55 സമയങ്ങളിൽ എനിക്ക് രാത്രി ഹേസൽനട്ടൊക്കെ ചോക്ലേറ്റൊക്കെ വാങ്ങിയിട്ട് സർപ്രൈസായിട്ട് വാലന്റൈൻസ് ഡേ ഗിഫ്റ്റ് തന്ന റമീസ്കാക്ക് തിരിച്ചിട്ട് വാലന്റൈൻസ് ഡേ ഗിഫ്റ്റായിട്ട് റമീസ്കാന് 2 മക്കളെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അൽഹംദുലില്ലാ, നമ്മൾ ആഗ്രഹിച്ച പോലെ തന്നെ ഒരാണും പെണ്ണുമാണ് നമുക്ക് ഉണ്ടായിരിക്കുന്നത്. നിങ്ങൾക്ക് ഓൾറെഡി ഇപ്പോൾ ജെൻഡറൊക്കെ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലേ. ഒരുപാട് പേരുടെ പ്രാർത്ഥനയുണ്ട്. ഒരുപാട് പേര് നമ്മൾ കഴിഞ്ഞ വീഡിയോസിലൊക്കെ ഗസ് ചെയ്തിട്ടുണ്ട് ബോയ് ആൻഡ് ഗേൾ ആയിരിക്കും. ഒരുപാട് പേര് ഗേളാണ്, ബോയ് ആണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതേ ഞങ്ങളായിട്ട് തന്നെ കൺഫേം ചെയ്യാണ്, ഞങ്ങൾക്ക് ഉണ്ടായിരിക്കുന്ന മക്കൾ എന്ന് പറഞ്ഞാൽ ബോയ് ആൻഡ് ഗേളാണ്. പ്രാർത്ഥനകൾ ഒരുപാട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. അങ്ങനെ ഡെലിവറി കഴിഞ്ഞു. അന്നത്തെ ദിവസം മൊത്തം ഞാൻ ICUലായിരിക്കുമല്ലോ ഉണ്ടാവുക. രാത്രി കുഞ്ഞിനെ ഫീഡ് ചെയ്യാൻ റമിക്കാൻ്റെ ഉമ്മ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. രാവിലെ എൻ്റെ ഉമ്മയാണ്, അപ്പോഴത്തേനും ഉമ്മയൊക്കെ എത്തിയിട്ടുണ്ട്, മക്കളും ഉമ്മയൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഉമ്മയാണ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. ഏകദേശം ഒരു ഉച്ചയോടെ അടുപ്പിച്ചിട്ട് എന്നെ റൂമിലോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യുക കേട്ടോ. ഇത് ICUന്ന് ഷിഫ്റ്റ് ആക്കുന്നതിന് മുമ്പേ നമുക്ക് ഒരുപാട് ഇൻസ്ട്രക്ഷൻസൊക്കെ പറഞ്ഞു തരുമല്ലോ, നമ്മൾ എന്തൊക്കെയാണ് റൂമിൽ പോയിട്ട് ചെയ്യേണ്ടത് കാര്യങ്ങളൊക്കെ. അപ്പോൾ അതൊക്കെ പറയുമ്പോൾ ഞാനിങ്ങനെ കേട്ട് കിടക്കായിരുന്നു കേട്ടോ. റമിക്ക പുറകിൽ ഉണ്ടെന്ന് എനിക്കറിയാം, റമിക്കാൻ്റെ സൗണ്ട് ഞാൻ കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ തിരിഞ്ഞു നോക്കുന്നൊന്നും കാണായിട്ട് റമിക്ക അവരോട് ചോദിക്കുന്നുണ്ട്, ആൾ കോൺഷ്യസ് അല്ലേ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് റമിക്കാൻ്റെ അടുത്തേക്ക് എത്തിയപ്പോൾ ഞാൻ ചോദിച്ചു, കോൺഷ്യസ് അല്ലേന്ന്, ഞാൻ ചത്തുന്നാണോ വിചാരിച്ചത് എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് എൻ്റെ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു എന്ന് റമിക്ക ചോദിക്കുന്നത് കേട്ടോ. ഞാൻ പറഞ്ഞത് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു, കാരണം CS കഴിഞ്ഞിട്ട് നമുക്കറിയാമല്ലോ
പിറ്റേന്ന് ആ ഒരു അനസ്തേഷ്യേൻ്റെ എഫക്റ്റൊക്കെ പോകുമ്പോൾ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത്. ഇത് കഴിഞ്ഞിട്ട് എന്നെ റൂമിലോട്ടേക്ക് കൊണ്ടുപോകുമ്പോൾ ഇവർക്ക് റൂം മാറിപ്പോയിട്ട് 2 റൂം അപ്പുറത്തേക്ക് കൊണ്ടുപോയിട്ട് റമിക്ക് തിരിച്ച് വിളിച്ച് കൊണ്ടുവന്നിട്ടാണ് എന്നെ എൻ്റെ റൂമിലോട്ടേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതിനകത്ത് അൽഹംദുലില്ലാ എനിക്ക് പറയാനുള്ള ഒരു മെയിനായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാർത്ഥനയുടെ ഫലം എന്ന് തന്നെ പറയാം. ഞാൻ നോർമലാവാൻ പ്രാർത്ഥിച്ചതിനേക്കാൾ കൂടുതൽ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പടച്ചവനോട് ദുആ ചെയ്തിട്ടുണ്ടായിരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മക്കളെ NICയിൽ ഇടാതെ എനിക്ക് കിട്ടണേ എന്നുള്ളതായിരുന്നു. കാരണം എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ മക്കളെ അങ്ങനെ മാറ്റി കിടത്തുന്നത്. ആഫ്റ്റർ ഡെലിവറി അവരില്ലാതെ കിടക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആച്ചീനും ഹസ്ബൂനും ഒക്കെ എനിക്ക് NICയിൽ ഇടേണ്ടി വന്നിട്ടുണ്ട്. ആച്ചീന് ഒരുപാട് ദിവസം 5-6 ദിവസം ഇട്ടിട്ടുണ്ടായിരുന്നു. ഹസ്ബൂന് ഒരു ദിവസം ഇട്ടു, പിന്നെ ഡിസ്ചാർജായി വന്നതിന് ശേഷം വീണ്ടും പോയിട്ട് 2 ദിവസം ഇട്ടു, അങ്ങനെയൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് NICയിൽ ഇടാണ്ട് അവരെ കിട്ടണേ എന്നുള്ളത് ഭയങ്കര ആഗ്രഹമായിരുന്നു. പിന്നെ ഇതിപ്പം 8 മാസം പൂർത്തിയാവാത്തത് കൊണ്ട് തന്നെ എനിക്ക് പേടിയുണ്ടായിരുന്നു അവരെ പെട്ടെന്ന് എന്നെ കിട്ടുമോ എന്നുള്ളത്. പക്ഷെ അൽഹംദുലില്ലാ കുഞ്ഞുങ്ങളെ ജസ്റ്റ് ഒരു 1 hour കൊണ്ട് തന്നെ അവർ അവരുടെ എല്ലാ എന്താ പറയുക ചെക്കപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് മക്കളെ റൂമിലോട്ടേക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതെനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടി എന്ന് എനിക്ക് പറയാൻ വേണ്ടി പറ്റുന്ന ഒരു വലിയൊരു കാര്യം എന്ന് പറയുന്നത് അതാണ്. ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും എന്നോട് ചോദിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അസ്ബു ആച്ചി മക്കളെ കണ്ടപ്പോൾ എന്തായിരുന്നു അവരുടെ എക്സ്പ്രഷൻ എന്നുള്ളത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഫസ്റ്റ് വന്നിട്ട് മക്കളെ കാണുന്ന സമയത്ത് റമിക്കാണല്ലോ അവരെ കൂട്ടാൻ വേണ്ടിയിട്ട് റൂമിലോട്ടേക്ക് പോയിട്ടുണ്ടായിരുന്നത്. അപ്പം എനിക്ക് വരുന്ന സമയത്ത് ഞാനും ഉമ്മയും മാത്രമായിരുന്നു റൂമിലുണ്ടായിരുന്നത്. അപ്പോൾ വീഡിയോ എടുക്കാൻ എനിക്ക് റൂമിൽ ആരും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവരെ ഫസ്റ്റ് എക്സ്പ്രഷൻ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇത് ഇവരോട് ഞാൻ എന്തായാലും എല്ലാവരും ചോദിക്കും നിങ്ങളുടെ എക്സ്പ്രഷൻ എന്തായിരുന്നോ, നിങ്ങളുടെ ഇതെങ്ങനെയായിരുന്നു എന്നുള്ളത്. അതുകൊണ്ട് നമുക്കൊരു വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞാൽ നമ്മൾ ഡിസ്ചാർജ് ആയിട്ട് പോകുന്നതിന് മുമ്പേ അവരെ കൊണ്ട് ജസ്റ്റ് വീഡിയോ എടുപ്പിച്ചേട്ടാ. അതിൻ്റെ ആക്ടിങ് ആണ് ആച്ചീൻ്റെ മുഖത്തൊക്കെ കറക്റ്റ് കാണാനുള്ളത്. ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ മെയിൻ എൻ്റർടൈൻമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് റൂമിലോട്ടേക്ക് വരിക, ഇവർക്ക് ഒരു കിസ് കൊടുക്കട്ടെ ഉമ്മ, ഒന്ന് കയ്യിൽ സോഫ്റ്റായിട്ട് കൊടുക്കട്ടെ ഉമ്മ, ഇങ്ങനെയൊക്കെ ചോദിച്ചിട്ട് വരുന്നതാണ് ഹസ്ബൻഡിൻ്റെയൊക്കെ മെയിൻ പരിപാടി എന്ന് പറഞ്ഞാൽ. ആച്ചി പിന്നെ ഹസ്ബൻഡിനെ ചെറുതിലെടുത്ത് ശീലമുള്ളത് കൊണ്ട് തന്നെ നന്നായിട്ട് ഹാൻഡിൽ ചെയ്യും. അതുകൊണ്ട് ഇടയ്ക്കൊക്കെ അവളെടുത്ത് നടക്കുകയൊക്കെ ചെയ്യും. പിന്നെ NICയിൽ ഒരു ദിവസം വൈകുന്നേരം തൊട്ട് രാവിലെ വരെ അവരെ ഇട്ടിട്ടുണ്ടായിരുന്നു. ചെറുതായിട്ട് 3-ാമത്തെ ദിവസം ഒരു മഞ്ഞ കണ്ടപ്പോൾ അവരെ NICയിലോട്ടേക്ക് ഒന്ന് മാറ്റിയിട്ടുണ്ടായിരുന്നു. അത് കുറയുവാണെങ്കിൽ നമുക്ക് പിറ്റേന്ന് തന്നെ റൂമിലോട്ടേക്ക് മാറ്റിത്തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായി. അങ്ങനെ NICയിൽ പോയിട്ട് 2 നേരം ഞാൻ ഫീഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ സമയത്തെ വീഡിയോ ആണ് ഇത്. എനിക്ക് കാലിൽ അപ്പോഴും സ്വെല്ലിംഗ് ഒന്നും മാറിയിട്ടുണ്ടായിരുന്നില്ല. നല്ല സ്വെല്ലിംഗ് ഉണ്ടായിരുന്നു എൻ്റെ ഫേസിലും കാലിലും. അതുകൊണ്ടൊക്കെ കാലൊക്കെ എനിക്ക് എടുത്ത് വെക്കണം എന്നുണ്ടെങ്കിൽ ആരെങ്കിലും ഹെൽപ്പ് ചെയ്തേ പറ്റുള്ളായിരുന്നു കേട്ടോ. അതിപ്പോഴും ഇപ്പം നിലവിൽ മാറിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. നിലവിൽ അതേ സിറ്റുവേഷൻ തന്നെയാണ്. കാലധികം നേരം തൂക്കിയിട്ട് വെക്കാൻ എനിക്ക് പറ്റാത്തൊരവസ്ഥയാണ്. NICയിലോട്ട് വൈകുന്നേരം മാറ്റി പിറ്റേന്ന് രാവിലെ ആയപ്പോൾ അവരെ ഡിസ്ചാർജ് ചെയ്തു കേട്ടോ. അവരുടെ മഞ്ഞൊക്കെ കുറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ 2 ദിവസം കഴിഞ്ഞിട്ട് നമ്മളോട് ഒന്നും കൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം എന്ന് പറഞ്ഞിട്ട് അവരെ ഡിസ്ചാർജ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിന് മുമ്പത്തെ ദിവസം എനിക്ക് വന്നിട്ട് യൂറിനകത്ത് കുറച്ച് ബുദ്ധിമുട്ട് വന്നിട്ട് ഡോക്ടർ ചെക്ക് ചെയ്തപ്പോൾ എനിക്ക് പസലെല്ലാം നല്ലപോലെ കൂടിയിട്ട് യൂറിനറി ഇൻഫെക്ഷൻ ആയിട്ടുണ്ടായിരുന്നു. അപ്പം വീണ്ടും എനിക്ക് ആൻറ്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. പിന്നെ നമ്മൾ അങ്ങോട്ടേക്ക് ഡോക്ടറോട് റിക്വസ്റ്റ് ചെയ്തിട്ട് ഡിസ്ചാർജ് വാങ്ങുമായിരുന്നു. ഈ യൂറിനറി ഇൻഫെക്ഷൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് പ്രഗ്നൻസി തുടക്കം തൊട്ട് വന്നതാണ്. ഇപ്പോൾ ഹോസ്പിറ്റലിലുള്ള സമയത്ത് എനിക്ക് അത് തന്നെയായിരുന്നു അവസ്ഥ. പക്ഷേ ഇപ്പോൾ അൽഹംദുലില്ലാ എല്ലാം ഓക്കെ ആയി. ഞാനും ബേബീസും എല്ലാം ഓക്കെ ആയിട്ടിരിക്കുന്നു, നന്നായിട്ട് പോകുന്നുണ്ട്. പിന്നെ നോമ്പ് തുടങ്ങുന്നത് കാരണം നമ്മൾ അവിടെ തന്നെ സ്റ്റേ ചെയ്യാന്നുള്ള തീരുമാനം മാറ്റിയിട്ട് നാട്ടിലോട്ടേക്ക് വരുമായിരുന്നു കേട്ടോ. പിന്നെ നമ്മളവിടെ ഹോസ്പിറ്റലിൽ നോർമൽ റൂമായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. കാരണം നമ്മുടെ റെൻ്റ് ഹൗസ് അടുത്ത് തന്നെയാണല്ലോ. അതുകൊണ്ട് തന്നെ നോർമൽ ഒരു റൂമായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. 2 പേർക്ക് മാത്രം നിൽക്കാൻ പറ്റുന്നുണ്ടായിരുന്നത്. ഞങ്ങളുടെ 2 പേരുടെയും കുട്ടികളുടെ എൻ്റെയൊക്കെ ഡിസ്ചാർജ് സമ്മറിയും കാര്യങ്ങളൊക്കെ കിട്ടുമ്പോഴത്തേന് അത്യാവശ്യം ടൈം ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഏകദേശം ഒരു 7 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ നമ്മുടെ റൂമിലോട്ടേക്ക് പോയിട്ട് സാധനങ്ങളൊക്കെ അവിടെ നിന്ന് എടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ നേരെ അങ്ങോട്ടേക്കാണ് പോകുന്നത്. പക്ഷേ നമ്മൾ റൂമിൽ നിന്ന് ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് ഒരു അത്യാവശ്യം നല്ല മഴ പെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ വണ്ടിയിൽ കാരിയറിനകത്തോട്ടേക്ക് സാധനങ്ങൾ വെച്ച് കെട്ടിയിട്ട് പോവാം. കാരണം നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നതിനേക്കാൾ ആൾക്കാരുണ്ടല്ലോ തിരിച്ച് പോകാൻ. അപ്പോൾ വണ്ടിയിലകത്തോട്ടേക്ക് സാധനം വെക്കാൻ ബുദ്ധിമുട്ടായത് കാരണം എല്ലാം മേലയിലോട്ടേക്ക് കുറേ വെച്ച് കെട്ടാമെന്നൊക്കെ പ്ലാൻ ചെയ്തായിരുന്നു. അപ്പോഴത്തേനാണ് മഴ വന്നിട്ടുണ്ടായിരുന്നത്. അൽഹംദുലില്ലാ തിരിച്ച് വരുമ്പോഴത്തേനും ആ മഴയൊക്കെ പോയി നമുക്ക് അനുകൂലമായ ഒരു കാലാവസ്ഥയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഡെലിവറി വ്ലോഗ്. കുഞ്ഞുങ്ങളുടെ ഫേസ് കാണിച്ചില്ല എന്ന് പറഞ്ഞിട്ട് ഇനി ആരും വഴക്കിന് വരണ്ട കേട്ടോ. കാരണം വെച്ചാൽ അവർ പ്രീമച്ചുവേർഡ് ആയിട്ടുള്ള ബേബീസാണ്. അപ്പം അത് മാത്രമല്ല നമ്മുടെ ന്യൂ ബോൺസൊക്കെ എല്ലാവരും ഒരേ ഫേസ് ആയിരിക്കും. അപ്പോൾ കുറച്ച് കഴിയട്ടെ അവരൊന്ന് ഓക്കെ ആവട്ടെ, എന്നിട്ട് നമുക്ക് കാണിക്കാം.
പിന്നെ അവരുടെ പേരൊന്നും നമ്മൾ ഫിക്സ് ചെയ്തിട്ടില്ല. ഇൻഷാല്ല പേര് ഫിക്സ് ചെയ്തിട്ട് നിങ്ങളെയും കൂടെ അറിയിക്കാം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കുഞ്ഞു വീഡിയോ എന്ന് പറയുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മറ്റുള്ളവരിലേക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ പുതിയൊരു വീഡിയോ ഞങ്ങൾ ഉടനെ തന്നെ വരുന്നതായിരിക്കും. ഇപ്പം ഈ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് അറിയാമല്ലോ, നമ്മൾ ഡെലിവറി കഴിഞ്ഞ് 2 കുഞ്ഞുങ്ങളെ കൊണ്ടൊക്കെ നിൽക്കുന്ന സമയത്ത് കുറച്ച് ബുദ്ധിമുട്ടാണ് വീഡിയോ ചെയ്യാൻ. എന്നാൽ ഞാൻ ഉടനെ വരാം. അതുവരേക്കും ബൈ.